ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവാഞ്ചലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 159 എപ്പിസോഡിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വിവിധയിടങ്ങളിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ അനുവദിക്കുകയും ചെയ്തു. ആ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ഇതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം ഗാനം ആലപിക്കുവാനായി എത്തിയിട്ടുള്ളത് സഹോദരി ആശ ഷിജു പത്തനാപുരം അവരുകളാണ്. കർത്താവിന് വേണ്ടി പാടുന്ന ശുശ്രൂഷ വളരെ അനുഗ്രഹമായി ചെയ്തു വരുന്ന ഒരു സഹോദരിയാണ്. മുമ്പും ഇവിടെ കടന്നു വരുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും ഇടയായിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലഘു സന്ദേശം അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് കർത്തദാസൻ ഷിജു എബ്രഹാം പത്തനാപുരം അവരുകളാണ്. പ്രിയപ്പെട്ടവർ, കർത്തൃവേദിയിൽ തുടരുന്ന ഒരു ദേവദാസനാണ്. ഇന്ന് അദ്ദേഹത്തിൽ കൂടി നമുക്ക് സന്ദേശം കേൾക്കുവാൻ കഴിയുന്നതാണ്. കർത്താവിന്റെ ദാസനെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഞങ്ങളുടെ പ്രിയ മകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയ മകനെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധയിടങ്ങളിൽ ആയിരിക്കുന്ന നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷ കർത്തദാസൻ ഷിജു എബ്രഹാം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവാഞ്ചലിയോൻ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ അനുഗ്രഹീതമായ ഗാനങ്ങളും വചന സന്ദേശവും വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഗാനങ്ങൾ ആലപിക്കുന്നവർ, കീബോർഡ് വായിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ്. ഈ കൂട്ടായ്മയുടെ ആദിയോടന്തം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അവിടുന്ന് കൂടെ പോരുക മാറാകണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ക്ലേശങ്ങളും ഭാരങ്ങളും ഇല്ലാത്ത ആരും തന്നെയില്ല. അതിൽ വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല. എല്ലാവരും ഓരോ ദിനങ്ങളിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ചുമക്കുന്നവരാണ്. എന്നാൽ അവർക്ക് ഈ ഭൂമിയിലെ കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ മനം പ്രത്യാശയാൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്തുകൊണ്ടെന്നാൽ അവനെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ടെന്നും അവൻ്റെ സങ്കടങ്ങളിൽ അവനോട് കൂടെ ഇരിക്കുന്ന ഒരു പ്രിയനുണ്ടെന്നും അവനോട് കൂടെ ആയിരിക്കുന്നതിനാൽ ഈ പരദേശവാസം സാരമില്ല എന്ന് എണ്ണുവാനും അവന് കഴിയുന്നു. അങ്ങനെയുള്ള പ്രത്യാശയുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവരാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, ക്രിസ്തുവിനെ ഉള്ളതിൽ കൈക്കൊണ്ടവർ. അങ്ങനെയുള്ള ആളുകളുടെ ജീവിത വഴിയിൽ കർത്താവ് അവരുടെ കൂടെയുണ്ട്. അവരെ താങ്ങുവാൻ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ആശയങ്ങൾ വരുന്നതായ ഒരു മനോഹരമായ ഗാനം സഹോദരി ആശ ഷിജു ആലപിക്കുന്നു. പ്രത്യാശാലൻ മനം തിങ്ങി വിങ്ങിടുന്നേ എന്നാരംഭിക്കുന്ന ഗാനം. പ്രൈസ് ദി ലോർഡ്. ഈ സായം സന്ധ്യയിൽ പ്രിയ കർത്തൃദാസനോടും ഈ മിനിസ്ട്രിയോടും കൂടെ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ മെഡിക്കൽ കോളേജിൽ SAT ആശുപത്രിയിൽ ഒരു
എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ കാണപ്പെടുവാൻ ഇടയായിത്തീർന്നു. മരണത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത ആ ദൈവത്തിന് വേണ്ടി പാടുവാൻ, അത് കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അനേക ഇടങ്ങളിലേക്ക് കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള നാളൊക്കെയും കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, കർത്താവിന് വേണ്ടി പാടുവാൻ, അനേകർക്ക് വിടുതലും ആശ്വാസവുമായി നിൽക്കുന്ന സാക്ഷ്യങ്ങളെ പറയുവാൻ ദൈവം എന്നെ ഒരുക്കേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ആവശ്യപ്പെടുകയാണ്.
ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നസറേയനായ യേശുക്രിസ്തു യോഹന്നാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അത് കണ്ട യോഹന്നാൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയതാണ് അത്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ ഇടയായിത്തീർന്നത്? യേശുക്രിസ്തുവിൻ്റെ ജനനം, അതിൻ്റെ ഉദ്ദേശം സർവ്വ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അത് യോഹന്നാൻ സ്നാപകന് അറിയാമായിരുന്നു. അത് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് അവനങ്ങനെ പറഞ്ഞത്. ആ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾ അവനിൽ വിശ്വസിക്കണമെന്നാണ്. എക്കാലത്തുമുള്ള ഏതൊരാൾക്കും ഇന്ന് കടന്നു ചെല്ലുവാനുള്ള ഒരു ഇടമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സന്നിധി മാത്രമാണ്. അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്നേഹിത, നിൻ്റെയും പാപത്തെ ചുമക്കുവാൻ മതിയായവനാണ്. ആ യേശുവിലേക്ക് കടന്ന് വന്നാൽ നിൻ്റെ പ്രയാസങ്ങൾ മാറും, നിൻ്റെ പാപരോഗം പൂർണ്ണമായിട്ടും മാറും, നിൻ്റെ ക്ലേശങ്ങൾ മാറും, നിൻ്റെ ആത്മവേദന നിനക്ക് മാറി ആത്മസന്തോഷം ലഭിക്കുവാൻ ഇടയായിത്തീരും. ഈ ലോകബന്ധങ്ങൾ കൈവിടിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് കർത്താവിലേക്ക് വന്നാൽ നിശ്ചയമായും നിന്നെ സഹായിക്കുന്നൊരു കർത്താവുണ്ട്. ആ യേശുവിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. മാറിയിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന.
തളർന്ന നിന്റെ അന്തരാത്മ ക്ലേശം നീക്കും കടന്നു വാ കടന്നു വാ കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു കടന്നു വാ വാ കടന്നു വാ വാ യേശു നിന്നെ വിളിക്കുന്നു. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറം തള്ളും പാവനെന്താ സ്നേഹത്തോടെ അരികിലുണ്ട് കടന്നു വാ കടന്നു വാ കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു കടന്നു വാ വാ കടന്നു വാ വാ യേശു നിന്നെ വിളിക്കുന്നു മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നു വാ കടന്നു വാ വാ കടന്നു വാ വാ യേശു നിന്നെ വിളിക്കുന്നു കടന്നു വാ വാ കടന്നു വാ വാ യേശു നിന്നെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. നമ്മുടെ കർത്താവിനെ യേശുനാഥ എന്ന് ഒരുവൻ വിളിക്കുന്നു. എന്തുകൊണ്ടാണ് യേശുനാഥ എന്ന് വിളിക്കുന്നത്? അവൻ എല്ലാവർക്കും അടുത്ത ഒരു സഖിയായിട്ട് അവനിരിക്കുന്നു. ക്ലേശങ്ങളിൽ ഭാരങ്ങളിൽ അടുത്ത് നിൽക്കുന്നവനാണ്. അവൻ പാപത്തിന് പരിഹാരം നൽകുന്നവനാണ്. ഞാനിത് ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളങ്ങളിൽ, നമ്മുടെ ശരീരങ്ങളിൽ നമ്മെ പാപത്തിലേക്ക്, അക്രമങ്ങളിലേക്ക്, അതിക്രമങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പാപ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഈ ലോകമാകുന്ന വൻകടലിൽ താണ് വീണ് പോകുമ്പോൾ അവൻ ആ ആഴക്കടലിൽ വീണ് മരിച്ചു പോകാതിരിക്കേണ്ടതിനായി അവനെ കൈപിടിച്ച് ഉയർത്തി സമാധാനം നൽകുന്നവനാണ് ഈ യേശു കർത്താവ്.
എല്ലാവരെയും സഹായിക്കുന്ന ഒരു കർത്താവ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവ്. എങ്ങനെയെന്നാൽ അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് പാപപരിഹാരം വരുത്തി ലഭിച്ച് സന്തോഷം അനുഭവിക്കുന്ന ആളുകൾക്ക് അവനെന്നും ആശ്വാസപ്രദനായിരിക്കും. ഒരു ഭക്തൻ്റെ പ്രാർത്ഥന ഇതാണ്: എൻ്റെ പാപം പരിഹരിച്ച യേശുനാഥനെ കാണുവാനായിട്ട് ഞാൻ ആശയോടെ കാത്തിരിക്കുന്നു. ഈ ഭൂമിയിലെ കഷ്ടങ്ങളൊക്കെ തരണം ചെയ്ത്, ഭാരങ്ങൾ തരണം ചെയ്ത് ഞാൻ എൻ്റെ പ്രിയൻ്റെ പൊന്മുഖം കാണും എന്നുള്ള വലിയ പ്രത്യാശയോടെയാണ് ഈ ഭൂമിയിൽ ഭക്തൻ ജീവിക്കുന്നത്. ഈ ആശയം വരുന്ന ഒരു മനോഹരമായ ഗാനം സഹോദരി ആശ ഷിജു ആലപിക്കുന്നു. യേശുനാഥ യേശുനാഥ പാപ പരിഹാര ദേവ എന്നാരംഭിക്കുന്ന ഗാനം നമുക്ക് ശ്രമിക്കാം.
ഒരിക്കൽ പ്രവാചകനായ ഏലിയാവ് അഹാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് യാത്രയായി. ഏലിയാവ് അവിടുന്ന് യാത്രയായത് കിരീത്ത് തോട്ടിൻ്റെ അടുക്കിലേക്കാണ്. അവനവിടെ ചെന്നപ്പോൾ അവിടെ അവന് കുടിക്കുവാൻ അല്പജലം അവിടെയുണ്ട്, പക്ഷേ ഭക്ഷിപ്പാൻ ആഹാരമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം അയച്ച ഒരു കാക്ക ഏലിയാവിന് ഭക്ഷണവുമായി എത്തുന്നു. അത് വളരെ അതിശയമായ കാര്യമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഏലിയാവ് സന്തോഷിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്ത ദിവസങ്ങളിൽ മഴ പെയ്യാതിരുന്നുകൊണ്ട് തോട്ടിലെ വെള്ളവും വറ്റി. അവിടുന്ന് പോകേണ്ടി വന്നു. അങ്ങനെ ഏലിയാവ് സാരാഭത്തിൽ ഒരു വിധവയെ കണ്ടു. വിശപ്പ് തനിക്ക് ഏറിയിട്ടുണ്ട്, ദാഹമേറിയിട്ടുണ്ട്. അവൻ ആ സഹോദരിയോട് പറഞ്ഞു, എനിക്ക് ഒരപ്പവും അല്പം വെള്ളവും കൊണ്ടുവരാൻ. പക്ഷേ ആ സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു നേരം കഴിക്കാനുള്ള, എനിക്കും മകനും ഒരു നേരം കഴിക്കാനുള്ള മാവ് മാത്രമേ കലത്തിൽ ശേഷിക്കുന്നുള്ളൂ, അത് ഞങ്ങൾ കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന ഒരു വിധവയായ സ്ത്രീയെയാണ് ഏലിയാവ് കണ്ടത്. ഏലിയാവ് പറഞ്ഞു, സാരമില്ല, ആ ഒരപ്പവും വെള്ളവും നീ എനിക്ക് കൊണ്ടുവരിക, ദൈവം നിന്നെ പുലർത്തും എന്ന് പറഞ്ഞു. വളരെ വിശ്വാസത്തോടെ ആ സഹോദരി ഏലിയാവിന് അപ്പവും വെള്ളവും നൽകി. സംഭവിച്ച മറ്റൊന്നാണ്, വലിയ അത്ഭുതം ദൈവം ചെയ്തു. ആ സഹോദരിയുടെ കലത്തിലെ മാവ് കുറയാതെ, എണ്ണ വറ്റിപ്പോകാതെ, ആ ക്ഷാമകാലം മുഴുവൻ അഹോവർത്തി കഴിക്കുവാൻ തക്കണം ദൈവം അവരെ അത്ഭുതകരമായി പരിപാലിച്ചു എന്നുള്ളത് എത്ര വലിയ കാര്യമാണ്. ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു ഗാനമാണ് ഈ കേൾക്കാൻ പോകുന്നത്. എനിക്കായി കരുതാമെന്നൊരുച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ എന്ന് ആരംഭിക്കുന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമില്ല എൻ്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമില്ല എൻ്റെ ചുമലിൽ.
ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണവുമായി കാകനെൻ്റെ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണവുമായി കാകനെൻ്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവക്കരത്തിൽ തരും ജീവ ഉറവയിൻ തോടനിക്കു ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവക്കരത്തിൽ തരും ജീവ ഉറവയിൻ തോടനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമില്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമില്ല നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സാരാപത്തിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരുക്കമായിരുന്നിടിലും. ക്ഷാമമേറ്റു സാരാപത്തിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരുക്കമായിരുന്നിടിലും. കലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എൻ്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എൻ്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്തുകളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്തുകളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും
ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുഭീതി കേട്ടുതല്ലും നടുങ്ങിടിലും സൂരച്ചെടി തണലിൽ ഉറങ്ങിടിലും. ശത്രുഭീതി കേട്ടുതല്ലും നടുങ്ങിടിലും സൂരച്ചെടി തണലതിൽ ഉറങ്ങിടിലും. വന്നുണർത്തി തരും ദൂതർക്കനലടകൾ തിന്നു തൃപ്തരാക്കി നടത്തിടും ദിനം ദിനമായി. വന്നുണർത്തി തരും ദൂതർക്കനലടകൾ തിന്നു തൃപ്തരാക്കി നടത്തിടും ദിനം ദിനമായി. എനിക്കായി കരുതാമെന്ന് ഉറച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്ന് ഉറച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനീകത്തിലില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനീകത്തിലില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കർത്താവിന് മഹത്വം. നമുക്കായി കരുതുന്ന ഒരു കർത്താവുണ്ട്, അതാണ് നാം കേട്ടത്. ഭക്ഷണമില്ലാതെ നാം ആയിരുന്നാലും ജലമില്ലാതെ നാം ആയിരുന്നാലും അവിടെ വന്ന് നമ്മെ കരുതുവാൻ കഴിയുന്ന ഒരു ദൈവം. ഒരു ഭക്തന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുവാൻ കഴിയുന്നത്, എന്നെ സഹായിക്കുവാൻ ദൈവമേ നീ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ താനും ശിഷ്യന്മാരും നടന്നു പോയപ്പോൾ വഴിയരികിൽ ഒരു കുരുടൻ ഇരുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. കർത്താവാണ് അതുവഴി വരുന്നത് എന്ന് കണ്ടപ്പോൾ ആ കുരുടൻ നിലവിളിച്ചു, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. അവൻ്റെ നിലവിളി വളരെ അസഹ്യമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനെ വഴക്ക് പറഞ്ഞു. അവനോട് പറഞ്ഞു, നീ മിണ്ടാതിരി, ഇതുവഴി പോകുന്നത് നസറേയനായ യേശുവാണ്, അവൻ്റെ കൂടെ ധാരാളം ആളുകളുണ്ട്, അവിടെ നീ ശബ്ദമുണ്ടാക്കി വിഷമിപ്പിക്കാതെ മൗനമായിരിക്കുക എന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ശകാരിക്കുകയുണ്ടായി. പക്ഷേ അവന് അങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ അവസ്ഥ അവനറിയാം. ജന്മം മുതൽ ഇതുവരെയും അവൻ കണ്ണിന് കാഴ്ചയില്ലാത്തവനായി കഴിയുകയാണ്. മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് താൻ ജീവിക്കുന്നത്. ചില തൊട്ടുകൾ വലിച്ചെറിഞ്ഞെന്ന് വരും, ചിലർ പരിഹസിച്ചെന്ന് വരും, ചിലർ അവനെ ഉപദ്രവിച്ചെന്ന് വരും. മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരുന്ന ശകാരങ്ങളും വിഷമിപ്പിക്കുന്ന വാക്കുകളും നിന്നയും ഒക്കെ അനുഭവിച്ച് കഴിയുന്ന ആ കുരുടന് ഒരു കാര്യം മനസ്സിലായി, ഈ വരുന്നത് മറ്റാരുമല്ല, നസറേയനായ യേശുവാണ്. എൻ്റെ കണ്ണിന് സൗഖ്യം തരുവാൻ അവന് കഴിയും എന്നവൻ സമ്പൂർണ്ണമായും വിശ്വസിച്ചു. അവന് മനസ്സിലായി ഇത് മറ്റാരുമല്ല, ദാവീദിന്റെ പുത്രനായ യേശുവാണ് വരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് പിന്നെയും പിന്നെയും നിലവിളിച്ചപ്പോൾ കർത്താവ് ആ നിലവിളി കേട്ട് അവരുടെ അടുക്കലേക്ക് ചെന്ന് അവനെ സൗഖ്യമാക്കി.
പ്രിയരെ, ഒരു കണ്ണിനും ദയ തോന്നാതെ നാം മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് എന്ന് വരികിലും നമ്മുടെ അടുത്തേക്ക് കിടന്ന് ഒരുപാട് കഴിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമുക്ക് സൗഖ്യം നൽകും. നമ്മുടെ ആവശ്യമെന്തോ അതറിഞ്ഞ് അവൻ നമ്മെ സഹായിക്കും. അതാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ സൗഖ്യം ലഭിച്ച, അങ്ങനെ ദൈവകൃപ ലഭിച്ച ഒരു ഭക്തന് ദൈവത്തെ പാടാതിരിക്കാൻ കഴിയത്തില്ല. അവനിങ്ങനെ പറയും, പാടുവാൻ എനിക്കിനി ശബ്ദം, പാവനെ എന്നിൻ്റെ സ്തുതികളല്ലാതെ എനിക്ക് മറ്റൊന്നും പറയുവാനില്ല, മറ്റൊന്നും പാടുവാനില്ല. എനിക്ക് പാടാനുള്ളത് ഒന്ന് മാത്രമാണ്, നിന്നെക്കുറിച്ച് മാത്രമാണ്. പ്രിയരെ, നമുക്ക് ഈ കർത്താവിനെ കുറിച്ച് പാടാം. നമ്മുടെ ആവശ്യങ്ങൾ സംഘടനകളിൽ സഹായിക്കുന്ന ഈ കർത്താവിനെ ഉയർത്തുന്ന മനോഹരമായ ഒരു ഗാനം, പാടുവാൻ എനിക്കില്ലിനി ശബ്ദം, പാവനെ നിന്റെ സ്തുതികളല്ലാതെ എന്ന ഗാനം സഹോദരി ആശ ചിരു ആലപിക്കുന്നു.
വേദപുസ്തകത്തിൽ എല്ലാവരും വായിക്കുകയും എല്ലാവരും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമുണ്ട്. ചെറിയ പൈതങ്ങൾ പോലും കാണാതെ പഠിച്ച് പറയുന്ന ആ സങ്കീർത്തനം 23-ാം സങ്കീർത്തനമാണ്. എന്തുകൊണ്ടാണ് ആ സങ്കീർത്തനം എല്ലാവരും പഠിക്കുവാൻ കാരണം? മറ്റൊന്നുമല്ല, അവിടെ ഒരു ഇടയനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഇടയൻ നല്ല ഇടയനാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു അവകാശവാദമാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയനാകണമെങ്കിൽ ആടുകളെ നന്നായി പരിപാലിക്കുന്നവനായിരിക്കണം നല്ല ഇടയൻ. ആടുകൾക്ക് വേണ്ടതെല്ലാം നൽകുന്നവനാണ് നല്ല ഇടയൻ. ആടുകളുടെ മനസ്സ് അറിയുന്നവനാണ് നല്ല ഇടയൻ. ആടുകൾക്ക് സുരക്ഷിതമായ സ്ഥാനത്ത് അവരെ കൊണ്ടെത്തിക്കുന്നവനാണ് നല്ല ഇടയൻ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ആടുകളെ രക്ഷിക്കുന്നവനാണ് നല്ല ഇടയൻ. വിഷമിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഇടയൻ. അങ്ങനെയുള്ള ഇടയൻ ആരുണ്ട്? വളരെ ചുരുക്കം മാത്രമാണ്. പക്ഷേ ഒരു ഇടയനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ സുരക്ഷിതമായി അങ്ങേ തീരത്ത് എത്തിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഇടയൻ കർത്താവ് മാത്രമാണ്. മുള്ളുകളും പറക്കാരുകളും കല്ലുകളും കൊണ്ട് നിറഞ്ഞതായ ഈ ലോകയാത്രയിൽ നമ്മെ കൈപിടിച്ച് ഉയർത്തി അതിലൊന്നും പെട്ടുപോകാതെ, ഒരു സങ്കടങ്ങളും വരാതെ നമ്മെ നയിക്കുന്ന ഒരു നല്ല ഇടയൻ. ശത്രുക്കൾ വന്യമൃഗങ്ങളുള്ള കൊടുങ്കാട്ടിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അങ്ങനെയുള്ള വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, അഥവാ അവ വന്നാൽ ശത്രുവിനെ നിഗ്രഹിച്ച് തൻ്റെ ഭക്തനെ, തൻ്റെ ആടിനെ സൂക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ. ദാവീദ് അങ്ങനെയുള്ള നല്ല ഇടയനായിരുന്നു. ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഞാൻ വിശന്ന് വരയുമ്പോൾ പച്ചയായ പുൽപ്പുറത്തേക്ക് എന്നെ അവൻ കൊണ്ടുപോകും. ഞാൻ ദാഹിക്കുമ്പോൾ സ്വച്ഛമായ നദിക്കരയിലേക്ക് എന്നെ കൊണ്ടുപോകും. ശത്രു വരുമ്പോൾ ശത്രുവിന് മുമ്പിൽ അവൻ കോട്ടയായി നിന്ന് എന്നെ സഹായിക്കും. ഞാൻ കൂരിലിൻ്റെ താഴിലേക്ക് പോയി മരണനിരയുടെ താഴിലേക്ക് പോയാലും അവിടെയും എന്നെ താങ്ങുന്ന, എന്നെ കൈപിടിച്ച് നടത്തുന്ന, അവിടെയും വന്ന് എന്നെ പരിപാലിക്കുന്ന, രക്ഷിക്കുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു. അതാണ് ദാവീദിന്റെ അനുഭവം. സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ നിന്നെ താങ്ങുവാൻ കഴിയുന്ന ഈ രക്ഷിതാവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഈ ഗാനവും നിങ്ങൾക്ക് സഹായിക്കട്ടെ. യാഹ് നല്ല ഇടയൻ, ഇന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്ക് ഖേദമൊന്നുമേ എന്ന ഗാനം നമുക്ക് ശ്രമിക്കാം. നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ.
പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടൻ യേശുനായകൻ ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടൻ യേശുനായകൻ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ ശത്രുവിൻ്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ ശത്രുവിൻ്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും ആദി എന്നെ പാട്ടിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ ആദി എന്നെ പാട്ടിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ ദൈവത്തിന് മഹത്വം. നമ്മോട് കൂടെയുള്ള യേശുവിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയിൽ മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സുഖകരമായ ഒരു ജീവിതമാണ് ലഭിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കരുത്. ക്രിസ്തുവിലായി തീർന്നാൽ എല്ലാ സുഖങ്ങളും ലഭിക്കും എന്നും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും എന്നും ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കാം. എന്നാൽ ഒരു കാര്യം സത്യമാണ്,
ആത്മസുഖം ലഭിക്കും. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഉപദ്രവിച്ചവനായിരുന്നു. അവൻ സമ്മതപത്രം വാങ്ങി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി പുറപ്പെട്ടവനായിരുന്നു. പക്ഷേ ആ ശൗലെന്ന കഠിനഹൃദയനായ മനുഷ്യനെ ദൈവം സന്ദർശിച്ചു. അവൻ ദൈവത്തിൻ്റെ ഇടപെടൽ സന്ദർശനം കണ്ടപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രഭ, കർത്താവിൻ്റെ പ്രഭ അവൻ്റെ കണ്ണുകൾക്ക് താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ആ പ്രഭ കണ്ടപ്പോൾ അവൻ തൻ്റെ കണ്ണുകൾ അന്ധനായി അവൻ കുതിരപ്പുറത്ത് താഴേക്ക് വീഴേണ്ട സ്ഥിതിയുണ്ടായി. ദൈവത്തിൻ്റെ പ്രഭയെ, കർത്താവിൻ്റെ തേജസ്സിനെ കാണുവാൻ അവൻ്റെ കണ്ണുകൾ കഴിഞ്ഞില്ല. ഒടുവിൽ ഈ ശൗൽ ആരെ ഉപദ്രവിക്കുവാൻ പോയോ ആ ആളിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായി തീർന്നു. അതായത് കർത്താവിൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ പോയ ശൗൽ കർത്താവിൻ്റെ മകനായി മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു പ്രത്യാശയുണ്ട്, ആനന്ദമുണ്ട്. എന്തു വന്നാലും അതിന് നടുവിൽ അവരുടെ കൂടെ കർത്താവുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവർക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. എൻ്റെ കഷ്ടതയ്ക്കും പ്രതികൂലത്തിനും പ്രശ്നത്തിനുമൊക്കെ അപ്പുറത്ത്, ആ പ്രതികൂലത്തിനപ്പുറമായ പ്രതിഫലം നൽകുന്ന ദൈവമുണ്ട്. പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്തിനെന്ന് ചോദിച്ചാൽ, അവനവൻ ശരീരത്തിരുന്ന് ചെയ്തതിന് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ, അതായത് പ്രതിഫലം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. സ്നേഹിത, നീ ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു ദൈവത്തിൻ്റെ മകനാണെങ്കിൽ നിനക്ക് കഷ്ടതയും പ്രയാസവും ഉണ്ടാകും, പ്രതികൂലം ഉണ്ടാകും, ഉപദ്രവം ഉണ്ടാകും. നിന്നോട് കൂടെ അവനുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ യാത്ര ചെയ്ത് കടലിലൂടെ പോയപ്പോൾ അവർ സഞ്ചരിച്ച പടക് കാറ്റും കോളും കൊണ്ട് മറിയുവാൻ തുടങ്ങിയപ്പോൾ അവർ സങ്കടപ്പെട്ടു. പക്ഷേ അവരുടെ കൂടെ ഒരു നാഥനുണ്ടായിരുന്നു. അവനെ അവർ തട്ടി ഉണർത്തി. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലോ എന്ന് ചോദിച്ച് അവനെ തട്ടി ഉണർത്തി. അവൻ എഴുന്നേറ്റ് കടലിനെ ശാന്തമാക്കി. അവർക്കോട് ചോദിച്ചാൽ ഇങ്ങനെ അവർ പറയും, യേശു എൻ കൂടെ ഉള്ളതിനാൽ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, തിരകളെൻ്റെ മീതെ കൂടെ ഞാൻ നടക്കും, യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കഷ്ടതയുടെ നടുവിൽ കൂടെ ഞാൻ കടന്നു പോകും, അതിനപ്പുറത്ത് അവൻ എന്നെ എത്തിക്കും. യേശു എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ആശയങ്ങളൊക്കെ വരുന്നതായ മനോഹരമായ ഗാനം, യേശുവൻ കൂടെ ഉള്ളതിനാൽ തിരകളിൻ മീതെ ഞാൻ ഓടും, താഴാതവൻ കരം താങ്ങും, ചേരുകിൽ അവൻ പാതെ ചേരും എന്ന മനോഹരമായ ഗാനം സഹോദരി ആശ ഷിജു ആലപിക്കുന്നു. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാൻ ഓടും.
നാം മനോഹരമായ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഗാനങ്ങൾ ഇനിയും തുടരുന്നതാണ്. എങ്കിലും അല്പസമയം ദൈവജനത്തിൽ കേൾക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം സുവിശേഷം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. ഈ മാധ്യമം അനേക ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഫേസ്ബുക്ക്. ആ മാധ്യമത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് വരുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാനും കർത്താവിനെ പരിചയപ്പെടുവാനും ആശ്വാസം പ്രാപിപ്പാനും ഇടയായിത്തീരും. അങ്ങനെയുള്ള ഗാനങ്ങളാണ് ഇവിടെ കേട്ടത്. അതുപോലെയുള്ള സന്ദേശവും കേൾക്കാൻ കഴിയുന്നതാണ്. ഇന്ന് സന്ദേശം അറിയിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് കതിർദാസൻ ഷിജു എബ്രഹാം പത്തനാപുരം അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ സഹകരണമാണ് ഇതുവരെ ഗാനങ്ങൾ ആലപിച്ചത്. പ്രിയ കുടുംബം, കർത്താവിൻ്റെ നാമത്തിനായി വേറിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. കർത്താവിനെ മാനിക്കട്ടെ, സഹായിക്കട്ടെ. തുടർന്ന് പ്രിയ കതിർദാസൻ നമ്മോട് ലഘു സന്ദേശം അറിയിക്കും. പ്രിയ ദേവദാസനെ അതിനായി ക്ഷണിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവാഞ്ചലിയോൻ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്ത് നമ്മളെ പ്രാർത്ഥനയോടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇവാഞ്ചലിയോൻ മിനിസ്ട്രിയുടെ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ഭൃത്യൻ സറീട്ടികൾ കുഞ്ഞുമോൻ അവറുകൾ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം പാടി നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ആശ, പശ്ചാത്തല സംഗീതം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ സുനിൽ അവറുകൾ, എനിക്ക് മുമ്പായി സംസാരിച്ചതായ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ നവമാധ്യമം എന്നറിയപ്പെടുന്ന മുഖപുസ്തകത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹ വന്ദനം. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ സ്വയനിർമ്മിത ബുദ്ധിയുടെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മുഖപുസ്തകം എന്നുള്ളതായ മാധ്യമം നമുക്ക് ഏവർക്കും ഗുണകരമായി തീരുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ, സുവിശേഷത്തിൻ്റെതായ മാറ്റൊലി ഈ നവമാധ്യമത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായ അല്ലെങ്കിൽ പറയുവാൻ ലഭിച്ചതായ അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അറിയിക്കുകയാണ്. സുവിശേഷത്തിൻ്റെതായ ശക്തി, സുവിശേഷത്തിൻ്റെതായ ദൈവത്തിൻ്റെ ആ ശക്തി അല്ലെങ്കിൽ പവർ ഓഫ് ഗോസ്പൽ, ആ ശക്തി ലോകമെമ്പാടും അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ ഇങ്ങനെ പാട്ടുകളിലൂടെ ദൈവവചനത്തിലൂടെയൊക്കെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം നിങ്ങളിലൂടെ ഞങ്ങളുടെ സ്നേഹനിധികളായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നത്. സുവിശേഷം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയാകുന്നു എന്ന് കൊരിന്ത് ലേഖനത്തിൽ എഴുതി വെച്ചതുപോലെ റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനത്തിൻ്റെതായ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്നതായ തെറ്റുകളെ ഉണർത്തിക്കൊണ്ട്, തെറ്റുകൾ എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യത്യസ്തമായ ശൈലിയിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ
സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോമാലേഖനം 1:16-17 വാക്യങ്ങളിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും തൻ്റെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാകുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതായ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കുമ്പോൾ, പൗലോസ് എന്നുള്ള വാക്ക് ചെറിയവൻ എന്നുള്ള വാക്കാണ്. നേരത്തെ ശൗൽ എന്നുള്ള വാക്കായിരുന്നു, പേരായിരുന്നു. എന്നാൽ ആ നാമവിശേഷണം അവിടെ അവസാനിപ്പിച്ചത് ശ്രീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യത്തോടുകൂടി ഒരുപറ്റം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി താൻ ദമസ്കോസ് റോഡിലൂടെ കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദർശനം ലഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ശൗലായി നിന്ന പൗലോസ് ചെറിയവനായി മാറിയപ്പോൾ, ആ ചെറിയവനായിരിക്കുന്ന വ്യക്തിത്വം പറയുകയാണ്, ഈ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞതായ ഒരു സത്യമുണ്ട്. ഈ ലോകത്തിൻ്റെതായ താർക്കികനെവിടെ, ശാസ്ത്രീയ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സുവിശേഷത്തിൻ്റെതായ ആ വലിയ വക്താവായി തീർന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. അങ്ങനെയെങ്കിൽ ഈ സായം സന്ധ്യയിൽ ഈ മാധ്യമത്തിലൂടെ ഈ രാത്രി വേളയിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത് സുവിശേഷം എന്നുള്ള വാർത്ത മാത്രമാണ്. സുവിശേഷം വിശ്വസിക്കുക മാത്രമല്ല, അത് പറയുക കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു ദൗത്യമാണ്. ആ ദൗത്യവാഹകരായി നിന്നുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിശ്വസിക്കുന്ന ഏവനും ഈ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം വിളിച്ചു പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് ലോകത്തോട് എപ്പോഴും എല്ലായ്പ്പോഴും പറയണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ മാറ്റൊലി ഇന്ന് ലോകം മുഴുവനായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷം അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ വരവ് വരെയും ഈ സുവിശേഷത്തിൻ്റെതായ ധ്വനി മുഴങ്ങിക്കൊണ്ടിരിക്കും. കാരണം സുവിശേഷത്തിന് മാത്രമേ നല്ല ഒരു സന്ദേശം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവാങ്കലിയോൻ എന്നുള്ളതായ ഈ പേര് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് സന്തോഷ വർത്തമാനം എന്നുള്ളതാണ്, സന്തോഷത്തിൻ്റെ വാർത്ത എന്നുള്ളതാണ്. ആ വാർത്ത യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുവെഴുത്തിൻ പ്രകാരമുള്ളതായ ജനനവും, തിരുവെഴുത്തിൻ പ്രകാരമുള്ളതായിരിക്കുന്ന ജീവിതവും, തിരുവെഴുത്തിൻ പ്രകാരമുള്ളതായിരിക്കുന്ന മരണവും, തിരുവെഴുത്തിൻ പ്രകാരമുള്ളതായ ഉയർത്തെഴുന്നേൽപ്പും, ഇനിയും കടന്നു വരുന്നത് തിരുവെഴുത്തിൻ പ്രകാരമുള്ളതായ ഒരു മടങ്ങിവരുമാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്ന ആകത്തുകയാണ് സുവിശേഷം. ഈ സുവിശേഷം എന്നുള്ളത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയുന്നു: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു സുവിശേഷം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ സുവിശേഷം വർത്തമാനമാണ്, സന്തോഷത്തിൻ്റെ സന്ദേശമാണ്, സുവാർത്തയാണ്, രക്ഷാവാർത്തയാണ്, നിത്യതയുടേതായ വാർത്തയാണ്, സമാധാനത്തിൻ്റെ വാർത്തയാണ്, നല്ല സ്നേഹത്തിൻ്റെ വാർത്തയാണ്. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസ്സിന് മാറ്റം വരുത്തുന്നതായ നല്ല സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ഒരു ഗ്ലാഡിയസ് ന്യൂസ് ആണ് ഈ സുവിശേഷം എന്നുള്ളത്. ഇവിടെ നാം പരിചയപ്പെട്ടതായ ഇവാങ്കലിയോൻ എന്നുള്ളതായ ഗ്രീക്ക് പദം, ഇവിടെ ഇവാങ്കലിയൻ എന്നുള്ളതായ മിനിസ്ട്രിയെക്കുറിച്ച് ഇവിടെ കർത്താവിൻ്റെ ദാസൻ രേഖപ്പെടുത്തുവാനിടയായി തീർന്നു. കാരണം യേശുക്രിസ്തുവിലൂടെ ഒരുക്കുന്നതായ സന്തോഷം എന്നുള്ളത് അത് ഒന്നാമതായി സുവിശേഷത്തിൻ്റെതായ അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ ലഭിക്കുന്നതായ ആത്മരക്ഷയാണ്. അപ്പോൾ സുവിശേഷം എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ ശക്തിയാണ്. അതോടൊപ്പം തന്നെ സുവിശേഷം എന്നുള്ളത് ഒരു സന്തോഷത്തിൻ്റെ വർത്തമാനം കൂടിയാണ്. അതുമാത്രമല്ല, സുവിശേഷത്തിൻ്റെ ആഹ്വാനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് നിരവധി സന്ദർഭങ്ങളിൽ അനുഗമിക്ക എന്ന വാക്കുകൊണ്ട്
ശിഷ്യന്മാരെ തികച്ചും വ്യത്യസ്തരാക്കി തീർക്കുവാനിടയായി തീർന്നു. ശിഷ്യന്മാരോട് പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ശിഷ്യന്മാരെ വിളിച്ചത് നല്ല തീരുമാനങ്ങൾക്കായുള്ളതായ ഒരു ആഹ്വാനത്തോടു കൂടിയായിരുന്നു. എന്നെ അനുഗമിക്ക, ഫോളോ മീ എന്ന് കർത്താവ് പഠിപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ചില ആഹ്വാനങ്ങളുടേതായ അടിസ്ഥാനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഈ സുവിശേഷത്തിലൂടെ, കർത്താവിൻ്റെ പരസ്യ പ്രഖ്യാപനത്തിലൂടെ, കർത്താവ് ആദ്യം ചെയ്തതായ പരസ്യ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിന്മേൽ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്നെ അനുഗമിക്ക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് രക്ഷയ്ക്കായിട്ടുള്ള ഒരു ആഹ്വാനത്തിലൂടെയാണ് ശിഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത്. ദ കോൾ ടു സാൽവേഷൻ, രക്ഷയ്ക്കായിട്ടുള്ളൊരു ആഹ്വാനമായിരുന്നു ഈ സുവിശേഷ പരസ്യ പ്രചരണത്തിലൂടെ കർത്താവ് കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:43 നമുക്ക് കാണുവാൻ കഴിയും. രക്ഷയ്ക്കായിട്ടുള്ളൊരു ആഹ്വാനം കർത്താവ് നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെതായ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മരക്ഷയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ ആധ്യാത്മികത എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാലഘട്ടം. എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയെങ്കിലും സമ്പാദിച്ചുകൊണ്ട് ഈ ലോകത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയോട് മനുഷ്യൻ്റെ ആധ്യാത്മികതയാകുന്ന ഏറ്റവും പരമപ്രധാനമായ ആത്മരക്ഷ, അതാണ് സുവിശേഷം പരിചയപ്പെടുത്തുന്നത്. സുവിശേഷത്തിൻ്റെതായ സത്യം ഇന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, ഈ മാധ്യമത്തിലൂടെ, ഈ മുഖപുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, സുവിശേഷത്തിൻ്റെതായ ആ വലിയ ആകത്തുക എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ഒരുക്കുന്നതായ ആത്മരക്ഷ. അത് ശിഷ്യന്മാരോട് പറഞ്ഞു. രക്ഷയ്ക്കായിട്ടുള്ളൊരു ആഹ്വാനം. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വയരക്ഷയ്ക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ആഴമാർന്നതായ സത്യം ഒരു മനുഷ്യനെ ആത്മരക്ഷയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്ന ഏവനും, ആ ഏവനും എന്നുള്ള പദമൊന്ന് ശ്രദ്ധിക്കൂ. ഒരുത്തൻ എന്നുള്ള പദം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ മാറ്റൊലി എത്ര ശ്രേഷ്ഠതയുള്ളതാണ്! ഇത് രക്ഷയ്ക്കായിട്ടുള്ളൊരു ആഹ്വാനമാണ്, എന്നെ അനുഗമിക്കുക. മറ്റൊന്ന്, സുവിശേഷത്തിൻ്റെ മറ്റൊരു ആഹ്വാനം അല്ലെങ്കിൽ രക്ഷയിലേക്ക് വന്നു എന്നുള്ളത് മാത്രമല്ല, യേശു ക്രിസ്തുവിലേക്ക് വരുവാനുള്ളതായ ഒരു ആഹ്വാനം കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 9:9 നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നിലേക്ക് വരുവാനുള്ളതായ ഒരു ആഹ്വാനം. കോൾ ടു ഹിംസെൽഫ്, കർത്താവിലേക്ക് വരുവാൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇനിയും ഞാനല്ല ജീവിക്കുന്നത്, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു യേശുവിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ് കർത്താവായ യേശു ക്രിസ്തു. തന്നിലേക്ക് വരുന്നവരെ മാറോടണച്ച് സ്നേഹിച്ച് കൂടെ നിർത്തുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ എന്നെ അനുഗമിക്ക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നിലേക്ക് വരുവാനുള്ളതായ ഒരു ആഹ്വാനം. അത് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 16:24 കടന്നു വരുമ്പോൾ സ്വയം ത്യജിക്കുവാനുള്ളതായ ഒരു ആഹ്വാനം കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെതായ ആ പ്രസക്തി, അതിൻ്റെ സവിശേഷത, അതിൻ്റെ ആ സത്യം, അതിൻ്റെ ബൃഹത്തായ നിത്യ സുവിശേഷത്തിൻ്റെതായ ബൃഹത്ത് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത എന്ന് പറയുന്നത് സ്വയം ത്യജിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെതായ ചില ലോകപ്രകാരമുള്ളതായ കാര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് തന്നിലേക്ക് വരുവാനുള്ളതായ ഒരാഹ്വാനം. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് ശാന്തി നൽകുന്നതാണ്, മനുഷ്യ മനസ്സിന് സമാധാനം നൽകുന്നതാണ്. ആകത്തുകയാകുന്നതായ ആ രക്ഷയാകുന്ന ആ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതം ആകപ്പാടെ മാറുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 12:20 നാം കടന്നു വരുമ്പോൾ കോൾ ടു ഇമിറ്റേഷൻ, അനുകരിക്കുവാനുള്ളതായ ആഹ്വാനമാണ് അവിടെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാൻ. മത്തായിയുടെ സുവിശേഷം 19:21 കടന്നു വരുമ്പോൾ ശുദ്ധീകരണത്തിനായിട്ടുള്ള ഒരു ആഹ്വാനം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെതായ പ്രസക്തി എത്ര വലുതാണ്! സുവിശേഷത്തിൻ്റെ ഉടമസ്ഥനാകുന്ന, സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ സർവത്തിൻ്റെയും സൃഷ്ടിതാവായിരിക്കുന്ന
ആ വലിയ ദൈവത്തിൻ്റെതായ സാന്നിധ്യം ശ്രീ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, പുത്രനാം യേശു ക്രിസ്തുവിലൂടെ അവിടെ വെളിപ്പെടുകയാണ്. അതാണ് സുവിശേഷം എന്നുള്ളത്. അത് ലോകമെമ്പാടും പോയി പറയുക എന്നുള്ളതാണ്. അതിനാണ് പറയുന്ന വാക്കാണ് ഗോസ്പൽ എന്നുള്ളത്. ഗോ അല്ലെങ്കിൽ സ്പെൽ, പോയി പറയുക. ഞങ്ങൾ ഈ ഇവാഞ്ചലിയോൺ മിനിസ്ട്രിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതായ വലിയൊരു സത്യം എന്നുള്ളത് പോയി പറയുക. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ മുഖപുസ്തകത്തിലൂടെ, നവമാധ്യമങ്ങളിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് സ്പെൽ ചെയ്യുക, പറയുക. അതാണ് ഞങ്ങളുടെ ദൗത്യം. ഇത് ഞങ്ങളുടെ ജോലിയല്ല, അതിനുമപ്പുറമായി ഇറ്റ് ഈസ് അവർ മിഷൻ. ഇതൊരു ദൗത്യമായതുകൊണ്ട് ഇത് പറയുക തന്നെ വേണമെന്ന് തിരുവചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-19 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ സൃഷ്ടികളോടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിക്കുക. എല്ലാ സൃഷ്ടികളോടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുക. അവിടെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരോടും സുവിശേഷത്തിൻ്റെ ആ മാറ്റൊലി അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസ്സിൻ്റെതായ, അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യ മനസ്സിന് മാറ്റം വരുത്തുന്നതായ ഒരു വലിയ പ്രക്രിയയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് ക്ഷണിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പക്ഷേ മനം തകർന്ന് വേദനിക്കുന്ന അനുഭവത്തിലൂടെ, തകർക്കപ്പെട്ട അനുഭവത്തിലൂടെ, ആരും എന്നെ സഹായിക്കുവാനില്ല, ആരും എന്നെ ഒന്ന് കേൾക്കുവാനില്ല, ഹൃദയം തകർന്ന് മനസ്സ് തകർന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ കർത്താവായ യേശു ക്രിസ്തു നിന്നിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഹൃദയം തകർക്കപ്പെട്ടവരായി, ആരും സഹായിക്കുവാനില്ല, ഞാൻ മാനസികമായി തകർന്നിരിക്കുന്നു, ഒരു പക്ഷേ എൻ്റെ ജീവിതം മറ്റൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മോടുകൂടെയുണ്ട്, നിന്നോടുകൂടെയുണ്ട്, നമ്മോട് ഏവരോടും കൂടെയുണ്ട്, എന്നോടുകൂടെയുണ്ട്. ഈ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഈ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് നിത്യതയെ അവകാശമാക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സന്ദേശം അറിയിച്ച ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. കർത്താവിലേക്ക് വരുവാനും യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ സമ്പാദിക്കുവാനും ഈ സന്ദേശ കേൾവി നിങ്ങൾക്കിടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും മനോഹരമായ ഒരു ഗാനം കൂടെ ശ്രവിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാനത്തിലേക്ക് അവൻ കയറിപ്പോവുകയുണ്ടായി. അവൻ ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു. ആ നീലാകാശത്തിൻ്റെ അപ്പുറത്തേക്ക് അവൻ കടന്നുപോയി. എബ്രായത്തിൽ വായിക്കുന്നു, ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരുഷൻ നമുക്കുണ്ട്. ആ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്ന മനോഹരമായ ഒരു ഗാനം കൂടെ നമുക്ക് ശ്രമിക്കാം. നീലാകാശത്തിലെ തൂവള്ളി മെഹങ്ങളെ എന്ന് ആരംഭിക്കുന്ന മനോഹരമായ ഗാനം സഹോദരി ആശ ഷിജു ആലപിക്കുന്നു.
കർത്താവിൻ്റെ മഹത്വം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന് ഗാനങ്ങൾ ആലപിച്ച സഹോദരി ആശ ഷിജുവിനോടും ലഘുസന്ദേശം അറിയിച്ച കർത്താസൻ ഷിജു എബ്രഹാമിനോടും കീബോർഡ് വായിച്ച് സഹായിച്ച സുജിത് സുനിലിനോടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശങ്ങളും ഗാനങ്ങളും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാരോടും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷകൾ കാണുവാനും കേൾക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശവും ഗാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുവാൻ ഇടയായി തീർന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാരത്തിൽ കഴിയുന്ന, ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന, ആത്മഹത്യയുടെ വക്കിൽ കഴിയുന്ന നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ, ആശ നൽകുവാൻ, പ്രതീക്ഷ നൽകുവാൻ, പാപപരിഹാരം നൽകുവാൻ, മനസ്സിന് സ്വസ്ഥതയും സന്തോഷവും നൽകുവാൻ കഴിയുന്ന സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുക. യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏവനെയും അവൻ തള്ളിക്കളയാതെ അവനെ സ്വീകരിച്ച്, അതായത് താങ്കളെ സ്വീകരിച്ച് അവൻ്റെ മകനായി മകളാക്കി തീർത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകി ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്കപ്പുറമായി സന്തോഷപ്രദമായ ഒരു രാജ്യം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടയ്ക്കതിൽ ഇരുന്നുകൊണ്ട് തലകളെ വണക്കി കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രി നിങ്ങളുടെ രക്ഷാദിവസമായി തീരട്ടെ. ഇന്ന് കേട്ട സുവിശേഷം നിങ്ങളുടെ പാപത്തെ മാറ്റുവാൻ കഴിയുന്ന വീണ്ടെടുപ്പിൻ്റെ ദിവസമായി മാറട്ടെ. കാൽവരിയിൽ നിങ്ങൾക്ക് വേണ്ടി ഏകനായി മരിക്കുന്ന കർത്താവിനെ നിങ്ങൾ കാണുക. ക്രൂശത്തിൽ ആണികളാൽ നിങ്ങൾക്ക് വേണ്ടി തറയ്ക്കപ്പെട്ടവൻ, പുറം ഉഴുചാൽ പോലെ കീറിയ നിലയിലായി തീർന്ന കർത്താവ്, മുൾക്കേടുധാരിയായി അവൻ ക്രൂശിൽ ഒരു പരിഹാസപാത്രമായി കിടക്കുന്നു. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ പരിഹസിച്ച് പറഞ്ഞിട്ട് പോയി. ഹേ ക്രിസ്തുവേ, നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ച ആളുകൾ. സ്നേഹിത സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞെ, നിന്റെ സർവ്വ പാപങ്ങൾക്കും പരിഹാരം നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കുരിശിൽ യാഗമായി തീർന്നത്. ആ സുവിശേഷമാണ് ഈ രാത്രിയിൽ അങ്ങ് കേട്ടത്. അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല, ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. ഒന്ന് മാത്രം, നിങ്ങൾക്ക് വേണ്ടി വിലയേറിയ ജീവനെ നൽകിയ, വിലയേറിയ രക്തം ചൊരിഞ്ഞ രക്ഷിതാവായ യേശു ക്രിസ്തു, അവൻ മരിച്ചെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ രക്ഷകനെ ഈ രാത്രിയിൽ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ചില മിനിറ്റുകൾ ഞങ്ങൾക്ക് അവിടുത്തെ പാദത്തിലായിരിക്കാണ്ടായി തീർന്നു. അവിടുത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ പാടുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങേ ഉയർത്തുന്ന ഗാനങ്ങൾ പാടുവാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഗാനങ്ങൾ പാടുവാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെ കാൽവരിയിൽ ഉയർത്തപ്പെട്ട രക്ഷിതാവിനെ കുറിച്ച് ഞങ്ങൾ പറയുവാനിടയായി തീർന്നു. രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായ സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവ് ഇന്നും ഞങ്ങളുടെ അരികുള്ളതിനായ സ്തോത്രം. കർത്താവെ, ഇന്ന് വചനം കേട്ട ചിലരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയും കർത്താവെ അവരുടെ രക്ഷാ ദിവസമാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികൾ കർത്താവെ ഞങ്ങളുടെ ഈ ഗാനങ്ങളും സന്ദേശം കേട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗം എന്തെന്നായിരുന്നാലും സ്വർഗ്ഗസ്ഥനായ കർത്താവെ, സൗഖ്യമാക്കുന്ന യഹോവയുടെ അത്ഭുതമായ കരം അവരുടെ മേൽ നീട്ടി പരിപൂർണ സൗഖ്യം നൽകി വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല പ്രശ്നങ്ങൾ ഭാരപ്പെട്ട് നിരാശയിലും ദുഃഖത്തിൽ കഴിയുന്നുണ്ട്. രോഗത്തിൻ്റെ കാഠിന്യനിമിത്തം വേദന അനുഭവിക്കുന്നുണ്ട്. കർത്താവെ,
അവരുടെ വേദനയെ മാറ്റി ആശ്വാസം നൽകി അവരെ സമാധാനിപ്പിക്കണമേ. അവർക്ക് നല്ല ഇടയനായി അവിടുത്തെ കൂടെ ഇരിക്കണമേ. ഈ രാത്രിയിലെ ശുശ്രൂഷയെ കൃതമാനുജനായ സ്തോത്രം, അവിടെ നാമത്തെ ഉയർത്തനായ സ്തോത്രം. സർവമഹത്വവും മാനവും സ്തുതിയും അങ്ങയുടെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ശ്വാസം കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകമെമ്പാടും കർത്താവിന് വരാൻ കാത്തിരിക്കുന്ന സകല ജനത്തോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.